ആക്ച്വലി ഞാൻ തിയേറ്ററിൽ നമുക്ക് മെയിൻ സെൻറ്റേഴ്സിൽ മാത്രമാണ്, ഒരു മെയിൻ സിറ്റി സെൻറ്റേഴ്സിൽ മാത്രമാണ് ഒരു 35th ഡേ വരെയൊക്കെ എത്തിയത്. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തിയേറ്ററിൽ അങ്ങനെ ഓടിയില്ല, ഈ പറഞ്ഞ സിറ്റിയിൽ മാത്രമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായത്. കാരണം എനിക്ക് ഈ സിനിമ നന്നായി ആളുകൾ കാണണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. അല്ലാതെ ഞാനൊരു ആർട്ട് ഹൗസ് ഫിലിം മേക്കർ അങ്ങനെ സിനിമ എന്നുള്ള രീതിയിൽ കൺസീവ് ചെയ്തിട്ടേ ഇല്ല ഒരിക്കലും. ചെറിയ സിനിമയാണ്, പക്ഷേ മാക്സിമം ആളുകൾ കാണണം, അങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്തതും ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതെല്ലാം. ഓഫ് കോഴ്സ് ചേംബർ ഡ്രാമയാണ്, പിന്നെ പുതിയ ആൾക്കാരാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് OTTയിൽ വന്നപ്പോൾ OTTയിൽ ആക്ച്വലി ഭയങ്കര സക്സസ്ഫുള്ളായി. കേരളത്തിൽ മാത്രമല്ല, എനിക്കിപ്പോഴും തോന്നുന്നത് കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകളാണ് കൂടുതൽ കണ്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു ഭയങ്കര ഒരു മൊമെൻ്റായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഓരോ പ്രാവശ്യം ഏതെങ്കിലും ഒരു ആക്ടറോ ആരെങ്കിലും ഒരു സെലിബ്രിറ്റിയോ വന്നിട്ട് ഈ പടം ഇങ്ങനെ നല്ലതാണെന്ന് പറയുമ്പോൾ OTTയിൽ സർജ് ഉണ്ടാവും. അപ്പം അതിന് പ്രൊഡക്ഷന് അതിൻ്റേതായ ഒരു എമൗണ്ട് വരും. അപ്പോൾ മെയിൻ കാര്യം ഇത് മുടക്കിയ ആൾക്ക് ഇതിൻ്റെ മുതൽ മുടക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് പ്രോഫിറ്റബിൾ ആവണം എന്നുള്ളത്. അത് സംഭവിച്ചപ്പോഴാണ് ആക്ച്വലി എനിക്ക് തൃപ്തിയായത്. പിന്നെ ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയപ്പം ഹ്യൂജ് ആയിട്ടുള്ളൊരു സർച്ച്, അതിനെക്കുറിച്ചൊരു സംസാരം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ പടത്തിന് ഇപ്പോൾ ഓരോ പ്രാവശ്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രകാശ് രാജ് സാർ വിളിച്ച് പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ചെയ്യുമ്പോൾ, ചെറിയ സിനിമയാണല്ലോ, അപ്പോൾ ഒരു ഡിസ്കഷൻ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും, ആളുകൾ കൂടുതൽ കാണും. അപ്പോൾ അതൊരു ആബ്സല്യൂട്ട്ലി ഇപ്പോൾ എനിക്കതൊരു സക്സസ് ആയിട്ട് തന്നെയാണ്, ഈവൻ ഫൈനാൻഷ്യലിയും എല്ലാ രീതിയിലും സക്സസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. സാറേ, നമ്മൾ മുൻപ് തിയേറ്ററുകളിൽ മാത്രമാണ് സിനിമ ഇറങ്ങുന്നത്, ചർച്ചയാകുന്നത്, പിന്നെ നമ്മൾ TV-യിലാണ് വരുമ്പോൾ കാണുന്നത്. പക്ഷേ ഈ OTT പ്ലാറ്റ്ഫോമുകൾ വന്നപ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ജനുവരി കഴിഞ്ഞ് ഇപ്പോഴും ആളുകൾ അത് പോസ്റ്റ് ഇടുന്നു അല്ലെങ്കിൽ കാണുന്നു. ആ രീതിയിലേക്ക് എല്ലാവരിലേക്കും കുറച്ചുകൂടി എത്തുന്ന രീതിയിലേക്ക് അത് മാറിയത് നല്ലൊരു മാറ്റമായി തോന്നില്ല. പ്രത്യേകിച്ച് ഈ വർഷം എനിക്ക് തോന്നുന്നു OTT-യിൽ വന്ന സിനിമകളൊക്കെ, ഇപ്പം ഭരതനാട്യം ഒക്കെ എനിക്ക് തിയേറ്ററിലേക്കാൾ കൂടുതൽ OTT-യിൽ വന്നപ്പോഴാണത് വലിയ ഒരു വിജയമായി, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സക്സസ് എന്ന രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ തന്നെ ചെയ്തു. എനിക്ക് തന്നെ മലയാള സിനിമ ലോകമെമ്പാടും അറിയുന്ന തരത്തിലേക്ക് മാറുവാനായിട്ട് ഈ OTT സ്ട്രീമിങ്ങിനെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും നിങ്ങളുടെയൊക്കെ ഓരോ സിനിമകളെക്കുറിച്ചും അല്ലെങ്കിൽ മലയാള സിനിമയെക്കുറിച്ച് നമ്മൾ ബോളിവുഡിലൊക്കെ ചെന്ന് സംസാരിക്കുമ്പം എല്ലാവർക്കും കഴിഞ്ഞ കാലങ്ങളുള്ള, ഓഫ് കോഴ്സ് നേരത്തെ തൊട്ടേ മലയാള സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അതിനേക്കാൾ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള കുട്ടികൾ, പുതിയ സബ്ജക്റ്റുകൾ, അങ്ങനെ നമ്മൾ വിദേശത്തൊക്കെ സംസാരിക്കുമ്പോഴൊക്കെയും അവരും ഇത് കാണുന്നു എന്ന് പറയുന്നത് അല്ലേ. നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് 119 രാജ്യങ്ങളിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലത്ത് ഭാഷ അറിയാത്ത ആൾക്കാരും സിനിമ കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഗുണകരമാണ്. ഈ സിനിമയുടെ കണ്ടൻ്റ് എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന തരത്തിൽ മലയാള സിനിമ സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അത് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വളരെ ഒരു സൗത്ത് ഇന്ത്യയിലോ ഒക്കെ മാത്രം ഒതുങ്ങി പോകാവുന്നതാണ്. പ്രത്യേകിച്ച് എനിക്കൊന്ന് നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് ഫിലിം മേക്കേഴ്സ്, ഈ നമ്മുടെ സിനിമ വരാൻ നോക്കിയിരിക്കുന്നു, കാണുന്നു എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്.